നല്ലൊരു കയ്യടിയോടെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു കോമഡി മാസ്റ്റേഴ്സിന്റെ മുത്തുകൾ സ്വത്തുകൾ നമ്മുടെ സ്വന്തം ഗ്രൂമർ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന ഓരോ സ്കിറ്റുകളെയും ചളികളായാലും കൗണ്ടറുകളാണ് എല്ലാ കാര്യങ്ങളും ഇവരാണ് കേട്ടോ. എല്ലാം ഡ്രസ് ചെയ്ത് വരാൻ പോകുന്നപ്പോ ഫിഗർ ചെയ്തു മേലെപ്പറമ്പിൽ ആൻവീരിലെ നരേന്ദ്രമോദി. അല്ല ഇത്രയും എഴുത്തുകാരുടെ ഒരു കവി കയ്യൊന്നിട്ട് കളിച്ചത്. ഇതിന്റെ സത്യം ഞാൻ പറയാം, ഞാൻ ഇവിടെ കേറുന്നവരെ എല്ലാരും ജുബ്ബ ഇരുന്നേ. ഞാൻ ഇവിടെ വന്നപ്പോഴത് എല്ലാരും ഉടുപ്പ് മാറിയിട്ട് ജുബ്ബ മാറിയിട്ട് ഉടുപ്പ് ഞാൻ മാത്രം നിന്ന്. അല്ല അതിനകത്ത് വേറെ ട്വിസ്റ്റ് ഉണ്ട്. മുണ്ട് കണ്ട അല്ല വേറെ കാര്യമുണ്ട്. പാന്റ് അല്ല വെഞ്ഞാറമ്പുകാരെ ഓണം എങ്ങനെയാണ് നമ്മൾ തിരുവനന്തപുരത്ത് ഓണം ആഘോഷിക്കണം. വിശ്വചേട്ടൻ അടുത്ത സ്കിറ്റ് ഉണ്ട്, രതീഷ് ചേട്ടൻ അവിടെ ഗ്രൂമിംഗ് ഉണ്ട്, അവരെ വിളിക്കണോ എന്ന് വെച്ചപ്പോ അനുജ് ചേട്ടനാണ് പറഞ്ഞത് എടാ കിഴങ്ങും പാടം ഇല്ലാത്ത എന്തൊരു ഓണം. നമ്മളെ മുരളിച്ചേട്ടനെ മയക്കം കൊടുത്താണ് കുറച്ചാളായിട്ടുള്ള ഗ്രൂമിങ് ഇത് സെക്ഷനിൽ വന്നിട്ട്. എന്നാലും ഇവിടെ വന്നപ്പോൾ ഒരു എന്താന്ന് പറയാ മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവരും കൂടി മിങ്കിൾ ചെയ്ത് അതെനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം കിട്ടിയത് ഇവിടെ വന്നിട്ടാണ്. കോമഡി മാസ്റ്റേഴ്സിൻ്റെ അടുത്തോട് നന്ദി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഏകദേശം ഒരു 10-12 ഷോ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു റൈറ്റർ എന്ന് പറഞ്ഞ ഒരു ഓണാഘോഷത്തിന് കയറി നിൽക്കുന്നത്. ഭയങ്കര സന്തോഷമുള്ള കേസാണ്. നിനക്ക് മാത്രം പൊന്നാട കിട്ടി, ഇവർക്ക് കിട്ടിയില്ല. ജിഷോ ചേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട്, റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കല്യാണം വീട്ടിലെ പട്ടിയാണെന്ന്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞോളൂ കേട്ടോ. അല്ല നല്ല കാര്യം വരുമ്പം അഴിച്ച് ബാഗിൽ കെട്ടു. ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ ആദ്യമായിട്ട് ഗ്രൂമർ ആക്കിയത് നമ്മുടെ അനു സാറാണ്. അല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ പറയുക, ഇവിടുത്തെ ഈ വേദിയിൽ നിങ്ങൾ എല്ലാവർക്കും ചാൻസ് കിട്ടുന്നുണ്ട്. നമ്മുടെ ഗ്രൂമേഴ്സ് ഒബ്വിയസ്ലി ഗ്രൂം ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് വരെ പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ട്. യൂഷ്വലി ഗ്രൂമേഴ്സിനെ ഒരു ടെക്നീഷ്യൻ ആയിട്ട് മാറ്റി നിർത്തുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെ ആണെങ്കിൽ നിങ്ങൾ ഗ്രൂമേഴ്സ് ആണെങ്കിലും നിങ്ങൾ ഈക്വലി ഒരു ആക്ടേഴ്സ് ആണ്. ആ ഒരു ബഹുമാനം നിങ്ങൾക്ക് തരുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. ലാലു നമ്മൾ ഒരുപാട് എബ്രോഡ് ഷോസും ചെയ്തിട്ടുണ്ട്. മൂപ്പരെ വളർച്ച സ്ക്രിപ്റ്റ്സ് ആർ സൂപ്പർ. സോ ഐ ആം വെരി പ്രൗഡ് ഓഫ് യു. ആൻഡ് നിങ്ങൾ ഗ്രൂമേഴ്സ് അല്ല, യു ഗൈസ് ആർ ലൈക്ക് യു നോ, നിങ്ങൾ പഠിച്ച ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ ഇവർക്ക് അത് കൊടുത്ത് ഇവരെ വളർത്തുകയാണ്. ടുമോറോ നിങ്ങൾക്കും ആ ഒരു വേദി, നിങ്ങൾക്ക് ആ ഒരു സ്ഥാനം വെയിറ്റ് ചെയ്യാണ്. Maybe a lady groomer can be also there. True. Yes. Exactly. പക്ഷേ വേറൊരു വിഷയമുണ്ട്. ഇപ്പൊ ഇവര് തമ്മിൽ മറ്റേ സ്കിറ്റ് കുഴപ്പമില്ലായിരുന്നല്ലേ? നിങ്ങളെ കുഴപ്പമില്ലായിരുന്നോ? മറ്റേ എന്റെ സ്കിറ്റാണ് നല്ലത്, നിന്റെ എന്റെ സ്കിറ്റിന് എന്റെ നല്ലത്. അങ്ങനെയൊന്നും പറയണ്ട കേട്ടോ. ഒരു കൗണ്ടർ അടിച്ചാല് ഡയാന ടീം ഒരു കൗണ്ടർ എക്സ്ട്രാ അടിച്ച ശ്രീവിദ്യ അങ്ങനെ കുഴപ്പമുണ്ട്. പക്ഷെ അതെ നിങ്ങൾ എല്ലാരും ഞാൻ ചേച്ചി ഞാൻ ഒരു ഗ്രൂം ചെയ്ത് വേഗം ഗ്രൂമറായിട്ട് മാറണം ഏതെങ്കിലും ഒരാളെങ്കിലും. സത്യം ചേച്ചി. ഒരുപാട് സന്തോഷം ഇങ്ങനെ വേദി നിൽക്കുമ്പം. ഏകദേശം 1 വർഷമായി കോമഡി മാസ്റ്റേഴ്സിനൊപ്പം ചേർന്നിട്ട്. കഴിഞ്ഞ ഓണത്തിന് മാവേലിയേറ്റ് ഒരു സ്കിറ്റ് കളിച്ചു. അതിനുശേഷം ഇത്തവണ ഏലക്കയായിട്ട് വന്നു. ഗംഭീരായിരുന്നു. എന്തായാലും ഇവരും കൂടെ വന്നതിന് ശേഷമാണ് നമ്മുടെ ഈ കോമഡി മാസ്റ്റേഴ്സ് ശരിക്കും ഓണം വൈബിലേക്ക് എത്തിയത്. താങ്ക് യു സോ മച്ച്. എപ്പോഴും തരുന്ന സപ്പോർട്ടിനും ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ഉണ്ടാവണം. കാരണം നാളെയാണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റ്. അപ്പൊ നിങ്ങളെല്ലാവരും ഇന്ന് രാത്രി ഉറങ്ങാണ്ട് കഷ്ടപ്പെടുന്ന ഒരു ഈവന്റ് ആണെന്ന് എനിക്കറിയാം. ഞങ്ങളും അതുപോലെ തന്നെ എക്സൈറ്റഡ് ആണ്, പ്രേക്ഷകരും. കാരണം നാളെ നമുക്കറിയാം 1ാം സമ്മാനം ആർക്കാണ്, 2ാം സമ്മാനം ആർക്കാണ്, 3ാം സമ്മാനം ആർക്കാണ് ലഭിക്കാൻ പോകുന്നതെന്നുള്ളതും. അത് മാത്രമല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, നമുക്ക് പേഴ്സണലി അറിയാവുന്നവരും പ്രേക്ഷകരുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരു മെഗാ ഈവന്റ് ആണ്. അപ്പം ഓണം നമ്മളെല്ലാവരും അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. നാളെ ഉത്രാടം കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റുമായിട്ട് നമ്മൾ വരുന്നതാണ്. ഒരു മ്യൂസിക് ഇടുവാണെങ്കിൽ നമ്മുടെ ആ പഴയ ഡാൻസും കൂടെ ഒന്ന് കളിച്ച് നമുക്ക് അങ്ങ് തീർക്കാം. ബ്രേക്ക് ഡാൻസ്. ഓക്കെ, മ്യൂസിക്.